സന്നിധാനത്ത് ദീപാരാധന നടക്കുമ്പോൾ തന്നെ പൊന്നമ്പലമേട്ടിൽ ദീപാരാധന ആരംഭിച്ചു. തീർച്ചയായിട്ടും പൊന്നമ്പലമേട്ടിലെ ദീപാരാധന നടക്കുന്ന സമയത്ത് 3 തവണ മാത്രമാണ് ആ ദിവ്യ വെളിച്ചം, ദിവ്യ ജ്യോതിസ് മിന്നി മറിഞ്ഞത്. പക്ഷെ ഇപ്പോഴും മിന്നാതെ മറയാതെ നിൽക്കുകയാണ് ഉത്രം നക്ഷത്രം. സ്വാമി അയ്യപ്പനുണ്ട് എന്നതിന്റെ തെളിവായി ആ കിഴക്കൻ ചക്രവാളത്തിൽ ആ അയ്യപ്പന്റെ ശോഭയോടുകൂടി തിളങ്ങി നിൽക്കുകയാണ്. ആ ശോഭ നേരെ പതിക്കുന്നത് ഈ ശ്രീകോവിലാണ്. ശ്രീകോവിലുള്ളിലിരിക്കുന്ന വില്ലാളി വീരനായ വീരമണികണ്ഠനായ എല്ലാവർക്കും സേവിപ്പവർക്ക് ആനന്ദമൂർത്തിയായിട്ടുള്ള ആ അയ്യപ്പന് വിഗ്രഹത്തിലേക്കാണ് ആ ഉത്രം നക്ഷത്രത്തിന്റെ എല്ലാ ശോഭയും പതിക്കുന്നത്. ഇതൊരു അസുലഭമായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഓരോ ഭക്തരും വ്രതമെടുത്ത് മുദ്രയണിഞ്ഞ് ഇരുമുടിക്കെട്ടേന്തി ഈ മലയൊക്കെ ചവിട്ടി 18 പടി കടന്ന് ഈ പൊന്നമ്പലത്തിലേക്ക് വന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ലാതെ എന്ത് വിളിക്കാനാണ്? സ്വാമിയെ ശരണമയ്യപ്പ ശരണമന്ത്രമുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇവിടെ എത്തുന്ന ഭക്തന്മാരുടെ ചുണ്ടുകളിൽ നിന്നെല്ലാം സ്വാമിയെ അയ്യപ്പോ എന്നുള്ള ശരണമന്ത്ര ധ്വനികൾ മാത്രമാണ്. ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് മഹോത്സവത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു. ആ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ആദ്യത്തെ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മണിമണ്ഡപത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. അവിടെ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിക്കും. അവിടെ കളമെഴുത്തും പാട്ടുമുണ്ട്. അപ്പോൾ സന്നിധാനത്തെല്ലാം മംഗളകരമായി പരിവസാനിച്ചിരിക്കുന്നു. ദീപാരാധന, തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുമ്പോൾ തന്നെ പൊന്നമ്പലമേട്ടിലെ ദീപാരാധന മകരവിളക്ക് തെളിഞ്ഞ് 3 തവണ കണ്ടു. അതിനു സെക്കൻഡുകൾക്ക് മുൻപാണ് ഉത്രം നക്ഷത്രം ഉദിച്ചത്. അത് കണ്ടതോടെ ശരണം വിളികളായിരുന്നു സന്നിധാനത്ത്. തീർച്ചയായിട്ടും ഇപ്പോഴും ശരണം വിളികളാൽ മുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. തിക്കും തിരക്കുമാണ്. അവർക്ക് മകരജ്യോതി കണ്ടു, മകരവിളക്ക് കണ്ടു. ഇനി ഈ ഭക്തന്മാർക്ക് കാണേണ്ടത് അവരുടെ പൊന്നയ്യപ്പനെയാണ്. തിരുവാഭരണം ചാർത്തിയുള്ള സർവാഭരണ വിഭൂഷണനായിരിക്കുന്ന ആ യോഗിയിൽ നിന്ന് യോദ്ധാവിലേക്ക് മാറിയ ആ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയാണ്. എന്തൊരു തിരക്കാണ്! തിക്കും തിരക്കും ഓരോ ആൾക്കാരും പോവുകയാണ്. ഇതിനകത്ത് ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്, സുപ്രീം കോടതി ജഡ്ജി അടക്കമുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ ഈ തിക്കിലും തിരക്കിലും പെട്ടു തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വലിപ്പച്ചെറുപ്പമില്ല, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേ ഒരു മന്ത്രമാണ്. അത് ശരണമന്ത്രമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രധ്വനി മാത്രമാണ്. ഭഗവാനെ ആ തിരുവാഭരണം ചാർത്തി കാണാൻ വേണ്ടിയുള്ള തിക്കും തിരക്കുമാണ് ഈ കാണുന്നത്. അവരെല്ലാം അവരുടെ കാണേണ്ട കാഴ്ചകളെല്ലാം കണ്ടു. ഇനി ഒരൊറ്റ കാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അത് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ സ്വാമിയുടെ ദർശനമാണ്. അതിനുവേണ്ടിയാണ് അവരെല്ലാം കാത്തു നിൽക്കുന്നത്. ആ ശ്രീകോവിൽ നടയിലേക്ക് നോക്കൂ, എന്തൊരു തിരക്കാണ് അവിടെ. അവിടെ ഒന്ന് കാണുന്നവരുടെ, ഭഗവാനെ ദർശിക്കുന്നവരുടെ മുഖത്ത് ഉണ്ടാവുന്ന ചിരി, അത് എത്രത്തോളം രസകരമാണ് അത് കാണാൻ. തീർച്ചയായിട്ടും ആ ചിരി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ, ഭക്തിയുടെ പാരമ്യതയുടെ ചിരിയാണ്. കണ്ടില്ലേ, ഒരു കുഞ്ഞ് മാളികപ്പുറം തലയ്ക്ക് മുകളിൽ കൈയെടുത്ത് വെച്ച് ആ വീരയോദ്ധാവിനെ കാണുന്ന ഒരു കാഴ്ച കണ്ടില്ലേ? എന്തൊരു നയന മനോഹരമായ ഒരു കാഴ്ചയാണ്. കണ്ണ് നിറയാതെ ഇക്കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. ഭക്തിയുള്ള ഏതൊരാൾക്കും, അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മാത്രം മുഴങ്ങുന്ന ഒരു അന്തരീക്ഷം. എന്തൊരു കാഴ്ചയാണ്! എന്തൊരു നക്ഷത്രം മാത്രം ആ കിഴക്കേ മാനത്ത് ഒറ്റ നക്ഷത്രം മാത്രം, അതിപ്പോഴും മിന്നിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ താരക ബ്രഹ്മമെന്ന് വിളിച്ചത്. പണ്ടുകാലത്ത് ഈ ഒരു നക്ഷത്രം മകരസംക്രമ സായന്തനത്തിൽ അത് ആകാശത്ത് പൊന്നമ്പലമേടിന് മുകളിൽ അത് മിന്നിത്തെളിയുമ്പോൾ, അത് ഉദിക്കുമ്പോൾ അത് താരക ബ്രഹ്മമാണ്. അയ്യപ്പ സ്വാമിയാണ് അവിടെ താരക ബ്രഹ്മമായി, നക്ഷത്രമായി പ്രത്യക്ഷപ്പെടുന്നതെന്ന് ഭഗവാനെ വിശ്വസിച്ചവർ വിശ്വസിച്ചു. അവർ ഉയർത്തി കാണിച്ച ആ 18 മലകളിൽ നിന്ന് നടത്തിയ ദീപാരാധനയാണെന്ന് ആ കിഴക്കേ പൊന്നമ്പലമേട്ടിൽ മാത്രം ഇന്ന് അവശേഷിക്കുന്നത്. അത് 3 തവണ അത് ആ ദീപാരാധന, ക്ഷേത്രനടയിൽ ദീപാരാധന നടക്കുമ്പോൾ തന്നെ ആ ദീപാരാധന നടക്കുന്ന സമയത്ത് തന്നെ ആ സമയത്ത് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു ആ മുകളിലത്തെ ആ നക്ഷത്രത്തെ കണ്ടില്ലേ? നമുക്ക് ഇപ്പോഴും ആ മിന്നിത്തിളങ്ങുന്ന മറ്റൊരു നക്ഷത്രങ്ങളുമില്ല. ആ ഉത്രം നക്ഷത്രം മാത്രമാണ്. പൊന്നയ്യപ്പന്റെ ആ പേരിലുള്ള ഉത്രം നക്ഷത്രം മാത്രമാണ്. അത് ആരും തെളിയിക്കുന്നതല്ല, അത് സ്വയം തെളിഞ്ഞതാണ്. ഇപ്പോൾ വേണമെങ്കിൽ പറയാം, മറ്റുള്ള നക്ഷത്രങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ വേറെ ഒരു നക്ഷത്രവുമില്ല. ആ നക്ഷത്രം മാത്രം മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. ആ പൊന്നമ്പലമേടിന് തൊട്ടുമുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പൊന്നമ്പലമേടിൽ നിന്നുള്ള ആ ഉത്രം നക്ഷത്രത്തിന്റെ ആ ശോഭ നേരെ പതിക്കുന്നത് ഈ പൊന്ന് അമ്പലത്തിലേക്കാണ്, ശ്രീകോവിലിലേക്കാണ്. ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന യോദ്ധാവായിട്ടുള്ള അയ്യപ്പന്റെ തിരുമുഖത്തേക്കാണ്. ആ ഒരു പ്രഭ രണ്ടും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത്.